ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു പാത്രം വെച്ച ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഗ്രാമ്പു ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ചെറിയ കഷ്ണം പട്ടയും 3-4 ഗ്രാമ്പുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉള്ളിയാണ്. 2 സവാള കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3-4-5 പച്ചമുളക് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂണോളം പെരുംജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം അത് നമ്മളൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 600 ഗ്രാമോളം ഉണ്ട് ചിക്കന്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ. ഇത് തുറന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളമാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒക്കെ നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം വെന്തോന്ന്. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവി ബാക്കിയുള്ളതുകൊണ്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉപ്പ് ആദ്യം ഉള്ളിയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി കൂടെ കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്നുകൂടെ വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മളുടെ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.